അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണ്. ഒന്ന്, ഹജറുൻ ജമീൽ, വഹ്ജുറുഹും ഹജറൻ ജമീല എന്ന ആയത്തിൽ നിന്നാണ് ആ ആശയം വന്നിട്ടുള്ളത്. മറ്റൊന്ന് സഫ്ഹുൻ ജമീൽ, ഫസ്ഫഹിസ് സഫ്ഹൽ ജമീൽ എന്ന ആയത്തിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. മൂന്നാമത്തത് സബറുൻ ജമീൽ, ഫസബുറുൻ ജമീൽ എന്ന ആയത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി എന്താണ് ഈ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞു, ഹജറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഹജറുൻ ബിലാ അദൻ, അഥവാ ഒരു ഉപദ്രവവുമില്ലാതെ മറ്റൊരാളുടെ ഉപദ്രവത്തെയും പരിഹാസത്തെയും അവഗണിക്കുക. സഫ്ഹുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയായി മാപ്പ് നൽകുക, അഥവാ മറ്റൊരാളെ ചീത്ത വിളിക്കാതെയും തെറി പറയാതെയും അയാൾക്ക് മാപ്പ് നൽകുക. മൂന്നാമത്തത് സബുറുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക, അഥവാ ആവലാദികളും സങ്കടങ്ങളും സൃഷ്ടികളോട് മുഴുവൻ പറഞ്ഞു നടക്കാതെ സ്രഷ്ടാവായ അള്ളാഹുവിനോട് മാത്രം പറയുക. ഇതാണ് ഈ പറഞ്ഞ 3 ആശയങ്ങൾ. പലപ്പോഴും ആളുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറയാറുണ്ടെങ്കിലും അത് നാവുകൊണ്ട് പറയുക എന്നതല്ലാതെ പറയേണ്ടത് മുഴുവൻ പറയാറുണ്ട്, ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യാറുണ്ട്. മാപ്പ് നൽകുന്നു എന്ന് പറയുമ്പോഴും ആർക്കാണോ മാപ്പ് നൽകുന്നത് അവരെ ചീത്ത വിളിച്ചും പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുമാണ് പലപ്പോഴും ഒരു വാക്കിൽ ഞാൻ മാപ്പ് നൽകുന്നു എന്ന് പറയാറാണ് പതിവ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോഴും തക്കം കിട്ടിയാലൊക്കെ തിരിച്ചും ഉപദ്രവിക്കാൻ നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ ഹജറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയായ അവഗണന, അഥവാ ഉപദ്രവിക്കാതെ അവഗണിക്കുക. സഫ്ഹുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയായി മാപ്പ് നൽകുക, അഥവാ ചീത്ത വിളിക്കാതെ തന്നെ മാപ്പ് നൽകുക. സബുറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയായി ക്ഷമിക്കുക, അഥവാ ആവലാദികൾ സൃഷ്ടികളോട് പറയാതെ സ്രഷ്ടാവിനോട് പറയുക. ഇതാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞത്. ഹജറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഹജറുൻ ബിലാ അദാ, ഉപദ്രവമില്ലാതെ. സഫ്ഹുൻ ജമീൽ എന്ന് പറഞ്ഞാൽ സഫ്ഹുൻ ബിലാ ഇതാബ്, അഥവാ ചീത്ത പറയാതെ മാപ്പ് നൽകുക. സബറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയായി ക്ഷമിക്കുക, അഥവാ സബറുൻ ബിലാ ശക്വ, സൃഷ്ടികളോട് ആവലാതി പറയാതെ ക്ഷമിക്കുക. ഈ കാര്യം ഗൗരവത്തിൽ പരിഗണിച്ചാൽ ജീവിതം ഭംഗിയുള്ളതായി തീരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.